ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉഴുന്നുപരിപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിന്റെ എരിവിനനുസരിച്ച് എണ്ണത്തിൽ മാറ്റം വരുത്തണം. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-7 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറിയുള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കളർ അങ്ങ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തക്കാളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ചൂടോടുകൂടി ഒരിക്കലും അരയ്ക്കരുത്. സോ അതുകൊണ്ടാണ് ഇത് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് കാണില്ല, കളർ കാണുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഒഴിവാക്കരുത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആ ക്യാരറ്റിന്റെ മധുരവും നമ്മുടെ ഈ തക്കാളിയുടെ പുളിപ്പും എരിവും ഒക്കെ ബാലൻസ് ആയിക്കോളും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ഒഴിവാക്കരുത്, കാരണം ഇതൊരു ശരവണ ഭവൻ തക്കാളി ചട്നിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ മല്ലിയില നമ്മൾ തമിഴ്നാട് ഡിഷസിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. സോ മല്ലിയിലയും ഒഴിവാക്കരുത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അങ്ങ് അരച്ചു കൊണ്ടുവരാം. കാരണം ഇത് ലൂസ് ആയിട്ടുള്ള ഒരു ചട്നി അല്ല. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് സാമ്പാറിന്റെയും വെള്ളച്ചട്നിയുടെയും ഒക്കെ കൂടെ തൊട്ടുകൂട്ടാൻ കഴിക്കാൻ പാകത്തിന് നമുക്കൊരു ചട്നി കിട്ടുമല്ലോ, ആ ചട്നിയാണിത്. സോ ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇനി നമുക്ക് കടുക് ഒന്ന് താളിക്കണം. അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തമിഴ്നാട് റെസിപ്പി ആയതുകൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ തക്കാളിയൊക്കെ വഴറ്റിയ അതേ പാൻ തന്നെയാണ് കടുക് പൊട്ടിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന ചട്നിയും ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച ചട്നിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കാം. കാരണം നമ്മൾ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ പച്ചയ്ക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ പച്ച മണം ഒന്ന് മാറണം. അപ്പൊ ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ട് അങ്ങ് ചൂടായാൽ മതിയാകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ചട്നി അല്ല, അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത്. ചട്നി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് മതിയാകും. സോ സിമ്പിൾ ആയിട്ടുള്ള ശരവണ ഭവൻ സ്റ്റൈൽ തക്കാളി ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട്. യഥാർത്ഥ ശരവണ ഭവൻ ചട്നി ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പക്ഷെ എന്റേതായ രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ബൈ.